ഹലോ വെൽക്കം ബാക്ക് ടു ക്രോഷ്യ മമ്മ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഒരുപാട് കാലം പ്ലാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു ക്രിസ്മസ് ഫോട്ടോഷൂട്ട്. ക്രോഷ്യ മമ്മയും ഫസി പഞ്ചും പിന്നെ നൂർ ബൈ ഫാത്തിമ, ഈ ഫാത്തിമയുടെ തന്നെ കസിനായിട്ടുള്ള ഋതുവാണ് ഫോട്ടോഗ്രാഫിക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ 4 പേരും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. കുറേ കാലത്തെ പ്ലാനിങ് ആണെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ഒരുപാട് വർക്ക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തു, കുറേ ഡിലേ ആയി. പിന്നെ ഇന്നാണ് ഫോട്ടോഷൂട്ട്, പക്ഷേ രാത്രി ഒരുപാട് ടൈം ഇരുന്നിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് 3 o'clock വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തേക്ക് കുറേ കാര്യങ്ങൾ മാറ്റിവെച്ചു. ഇപ്പോൾ ഇന്നത്തെ മോർണിംഗ് മുതലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ മോളും ഉണ്ട്. മോൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവളും ചെയ്തു തരുന്നുണ്ട്. അവൾക്ക് ഈ ഒരു ഫ്രഞ്ച് നിറ്റിംഗ് ബ്രൈഡ്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഹാൻഡ് നിറ്റിംഗ് ടൂൾ വെച്ചിട്ട് ക്രോഷ്യ ചെയ്തെടുക്കും. നമുക്കൊരു സ്ട്രാപ്പ് പോലെ വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വള്ളി പോലെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് ഞാൻ നിറ്റഡ് വയർ നെയിംസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഡോൾസിൽ. അപ്പോൾ അത് അവൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ബാക്കിയുള്ളതൊക്കെ അവൾ ചെയ്തോളും. അവൾക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഐറൺ ക്രോഷ്യൊക്കെ എന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അത് ചെയ്ത് തരാറുണ്ട്. അപ്പം ഞാൻ ഈ ഒരു റെഡ് കളറിലുള്ള ഒരു സ്ട്രാപ്പാണ് ചെയ്യുന്നത്. അത് ഒരു ഡോളിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു മഫ്ലർ പോലെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്. ആക്ച്വലി ഞാൻ ഇന്ന് ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫോട്ടോസ് എങ്ങനെയൊക്കെ വരും എന്നുള്ളൊരു ഡിസ്കഷനും ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇതൊക്കെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതല്ല, ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറിയൊരു ഫോട്ടോഷൂട്ട് എന്നുള്ള രീതിയിലാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ഐഡിയാസ് എടുത്തിട്ട് കുറേ ഐഡിയാസ് നോക്കി വെച്ചാലേ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തിലുള്ള ഒരു ഫോട്ടോ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ പിൻട്രസ്റ്റിലുള്ള ഫോട്ടോ എടുത്ത് വെക്കും. ഞങ്ങൾക്ക് 3 പേരായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഞങ്ങൾ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ ഇതുപോലെ എടുക്കാമെന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഫോട്ടോസിലൊക്കെ ഭയങ്കര കഴിവൊന്നുമില്ല. പിന്നെ നീനുവിൻ്റെ കസിനായ ഋതുവിനെയാണ് ഞങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അവൾ എടുക്കുന്നത് എന്തായാലും അടിപൊളിയാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പം ഞാൻ ഐറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു നിറ്റിംഗ് മെഷീൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അവളത് എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടാണത്. ആ സ്റ്റാർട്ടിങ് നോട്ട് കിട്ടാൻ, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മാത്രം മതി. മെഷീൻസ് ഭയങ്കര നീറ്റായിട്ട് തന്നെ ചെയ്ത് തരും. അതിൻ്റെ ഇടയിൽ സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്താൽ നല്ല ഭംഗിയുള്ളൊരു സ്ട്രാപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവൾ ചെയ്തത് തെറ്റായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ഡയറക്ഷൻസിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ബാക്കിലേക്ക് പോകാനൊന്നും പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൈഡിൽ നല്ല മാറ്റം വരും. അപ്പം ഞാൻ ഒന്നും കൂടിയും സ്റ്റാർട്ടിങ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. താഴെ മോള് പിടിക്കുന്നത് അതിൻ്റെ വെയിറ്റാണ്. ആ വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടാണ് ആ ഒരു സ്ട്രാപ്പ് താഴത്തേക്ക് ഇങ്ങനെ പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ അത് വെച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ച് സ്റ്റിച്ചസ് വീണതിന് ശേഷമാണ് ആ ഒരു വെയിറ്റ് ഇതുപോലെ താഴത്തേക്ക് ഹാങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ വെയിറ്റിൻ്റെ ഒരു ഇതിൽ താഴത്തേക്ക് ഇങ്ങനെ സ്ട്രാപ്പ് മെഷീൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഫോം ചെയ്ത് വരും. അപ്പോൾ അവൾ ഓക്കെ ആയി, അവൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത് കേട്ടോ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രോപ്സുകൾ ഉണ്ടാക്കാം. മാക്സിമം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ പ്രൊഡക്ട്സിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും കുറേ പ്രോപ്സ് നിറഞ്ഞ് കാണുമ്പോഴാണ് ട്രീ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ കുറച്ച് പ്രോപ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഞങ്ങൾക്ക്. ഞാൻ മെയിൻലി ഡോളാണ് ഫോക്കസ് ചെയ്തത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ട്രീമ കുറേ ഡെക്കറേഷൻ ചെയ്യണമെന്ന്. പിന്നെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അധികം ഡോളാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഡോൾസിൽ തന്നെ ഞാൻ ചെയ്യാത്ത 2-3 പ്രൊഡക്ട്സ് ചെയ്തിട്ട് അതിന് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്രോഷ്യ പാട്ടും വന്ന് ബാക്കി ഫാബ്രിക്കും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത്. ആക്ച്വലി ഈ ഒരു ഫാബ്രിക് ഞാൻ ഒരുപാട് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്രിസ്മസ് ലക്ഷ്യം വെച്ചിട്ട് തന്നെ ഇപ്പോഴാണ് അത് യൂസ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ പിൻട്രസ്റ്റിന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ നോക്കുകയാണ് ഇതുപോലെ ഫോട്ടോ എടുക്കാൻ കഴിയുമോ, കുട്ടികൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ കുറച്ച് ഡെക്കോസ് മാത്രമേ ട്രീയിലേക്ക് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതൊന്നും ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കുട്ടികൾക്ക് ക്രിസ്മസ് സെലിബ്രേഷൻസ് ഉണ്ടാവാറുണ്ട് സ്കൂൾക്ക്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഹാറ്റ് വേണം. അപ്പോൾ ഞാൻ അതും ചെയ്ത് വെച്ചു. അതൊക്കെ രാത്രി ഫുൾ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. ഒരുപാട് ലേറ്റായി എന്ന് പറഞ്ഞില്ലേ. അത് വെൽവെറ്റ് ആണ് വെച്ചിട്ടാണ് ചെയ്തത്. ലാസ്റ്റ് ടൈം ഞാൻ കോട്ടനെയാണ് വെച്ചിട്ടായിരുന്നു കുട്ടികൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന
വെൽവെറ്റ് യാണോണ്ട് ചെയ്തിട്ടുള്ള ക്യാപ്പാണ് ചെയ്തത്. അതിൻ്റെ അറ്റത്തിന് വൈറ്റ് പോം ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ പോം മേക്കർ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ കരുതി രാത്രി ഞാൻ ചെയ്യാൻ നിന്നില്ല. അപ്പോൾ മോള് ആ റെഡ് കളറിലുള്ള സ്ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ അവൾക്ക് ഈ ഒരു ഗ്രീൻ കളറിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു സൈഡിൽ ഞാൻ ഈ ഒരു ഡോൾസിനുള്ള ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 3-4 ഫ്രോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഒരു ഫ്രോക്കാണ് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ അത് മാത്രമേ ഞാൻ ഫോട്ടോഷൂട്ടിൽ വെച്ചിട്ടുള്ളായിരുന്നു. ഫ്രോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫാബ്രിക് ഉദ്ദേശിച്ചിട്ടില്ല. കംപ്ലീറ്റ് ക്രോഷ്യ ഫ്രോക്കും എനിക്ക് വലിയൊരു താല്പര്യമില്ല. രണ്ടും മിക്സ് ചെയ്ത് വരുന്നതാണ്. യോക്ക് വരുന്നത് ക്രോഷ്യയും താഴത്തേക്ക് ഫാബ്രിക് പാർട്ടും വരുന്നതാണ് എപ്പോഴും എനിക്ക് ക്രോഷ്യ ചെയ്യാനിഷ്ടം. എനിക്ക് പൊതുവേ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിലും അങ്ങനെയാണ് ഇഷ്ടം. എപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ക്രോഷ്യ ഫ്രോക്ക് വരുമ്പോൾ ഞാൻ അധികം ഓർഡേഴ്സ് എടുക്കാറില്ല. അടിപൊളിയായിട്ട് ചെയ്യുന്ന വേറെ ഒരുപാട് ക്രോഷ്യ പേജസ് ഉണ്ട്. ഞാൻ അവരെ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എനിക്കത് ചെയ്യാൻ വലിയൊരു താല്പര്യമില്ല. എനിക്കെപ്പോഴും ഡോള് ചെയ്യാനും പിന്നെ കുട്ടികളുടെ ആക്സസറീസ്, ഷൂവും ഹെയർ ആക്സസറി ഒക്കെ ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. അതിലുള്ള ഒരു കാര്യമായിരുന്നു ഈ ഡോള് ചെയ്തിട്ട് ഡോളിന് ഫ്രോക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യോക്ക് പാർട്ടൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീനും ഓഫ് വൈറ്റും റെഡ് കളറൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. യോക്ക് പാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഫാബ്രിക് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് മെഷർമെൻറ്റ് കറക്റ്റ് നോക്കണം, എവിടേക്കാണ് അത് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കറക്റ്റ് നോക്കുകയാണ്. എന്നിട്ട് മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ രണ്ടും സിമെട്രിക്കലി വരില്ല. ഡോളിന് ചെയ്യുന്നതും നമ്മുടെ ബേബീസിന് ചെയ്യുന്നതൊക്കെ സെയിം ആണ്. അങ്ങനത്തെ തന്നെ പാറ്റേണിലാണ് ചെയ്തെടുക്കാറുള്ളത്. കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് കുട്ടികൾ എണീറ്റിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് നേരത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവളുടെ ക്യാപ്പ് അവൾ കണ്ടിട്ടില്ല. അവൾ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഐറിൻ കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറ വന്നിട്ട് ഞാൻ അവൾക്ക് അവളുടെ ക്യാപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു എക്സ്പ്രഷൻ കാണാൻ തന്നെയല്ലേ നമ്മളിതൊക്കെ ചെയ്ത് വെക്കുന്നത്. ഞാൻ ആക്ച്വലി മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. ഒരു ഏകദേശം ഊഹം വെച്ച് ചെയ്തതാണ്. പക്ഷെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. കയറക്ക് അവൾക്ക് ഇട്ടിട്ടും നല്ല രസമുണ്ട്. അവൾക്ക് ഇഷ്ടമായി എന്നും പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലാസ്റ്റ് ടൈം വേറൊരു പാറ്റേൺ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോട്ടൺ യാൺ വെച്ചിട്ട് ഒരു സ്ക്വയർ മോഡലിൽ ഒരു റെക്റ്റാങ്കിൾ പീസ് ചെയ്തിട്ട് വരുന്ന ക്യാപ്പാണ് ചെയ്തത്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ പറയാണ്, പോം മിസ്സിങ് ആണല്ലോ, പോം ഇല്ലാതെ ഭംഗിയില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വൈറ്റ് ഒരു അക്രിലിക് യാണ് വെച്ചിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലഫി ആയിട്ട് നിൽക്കും. സാധാ കോട്ടൺ യാണ് വെച്ച് ചെയ്താൽ അത്രയ്ക്കൊരു ഫ്ലഫി ടെക്സ്ചറിൽ നിൽക്കില്ല. അപ്പോൾ ഞാൻ അക്രിലിക് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഫ്രോക്ക് പെട്ടെന്ന് തീരുന്ന പരിപാടിയാണ് വിചാരിച്ചത്. ചെറിയ ഫ്രോക്കല്ലേ, ഡോൾസിന് ചെയ്യാനല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എത്ര സ്റ്റിച്ച് ചെയ്തിട്ടും ഇത് തീർന്നില്ല. പിന്നെ ടൈം പോകുന്തോറും എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു പ്ലാനും നടക്കില്ല. എത്ര ടൈം ഉണ്ടെങ്കിലും എനിക്ക് തീരെ ചെയ്യാൻ കഴിയില്ല. ഞാൻ വിചാരിച്ചു എത്ര ഫ്രോക്ക് ആയത് അത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ചെയ്ത പ്രൊഡക്ട്സ് നല്ല രീതിയിൽ ഫോട്ടോയിൽ വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അത്രയും നിർത്തി. ബാക്കി ചെയ്ത ക്രോഷ്യ യോക്കിനൊന്നും പിന്നെ ഫാബ്രിക് അറ്റാച്ച് ചെയ്യാനൊന്നുമില്ല. കാരണം ചെയ്ത എല്ലാ പ്രൊഡക്റ്റും ഫിനിഷിങ് ആക്കാനുണ്ട് ഒന്നും കൂടിയും. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ക്രിസ്മസ് ട്രീയും ബാക്കി കാര്യങ്ങളൊക്കെ എത്തി. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് അതിലേക്ക് ഇനി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫോട്ടോ എടുക്കാൻ ഋതുവയും ബാക്കി ഈ നൂർ ബൈ ഫാത്തിമ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പിന്നിലുള്ള ഫാത്തിമ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ഇത് സെറ്റ് ചെയ്യാണ്. എനിക്ക് എപ്പോഴും വൈറ്റ് തീം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് വൈറ്റ് തീമിൽ ചെയ്ത് നോക്കായിരിക്കും. കാരണം അതിൽ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിലിടാൻ എനിക്ക് ഒന്നും കൂടി താല്പര്യം. അപ്പോൾ ബാക്കിലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് റഫ് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ക്രിസ്മസ് ട്രീ വെക്കുമ്പോഴാണ് ആ ഭംഗി. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ.
മറ്റേ ലൈറ്റ് എല്ലാം ഉണ്ടോ ഇങ്ങനെ വീശി നൗമനൊന്ന് കാണാം. അങ്ങനെ വാങ്ങിയ ഓരോ പ്രോപ്സും ഞങ്ങൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഗ്യാപ്സിലാണ് ഞങ്ങൾ ചെയ്ത ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറിയ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ ക്രോഷ്യയിൽ ചെയ്തിട്ടുള്ളൂ. ഐറിൻ്റെ ഫേവറേറ്റ് ടോയ് ആണ് കേട്ടോ അത്. ഈ ഒരു ബണ്ണി എന്ന് പറയുന്നത് ഞാൻ അവളുടെ ബർത്ത്ഡേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ ഈ ഡോൾ വെക്കണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ എടുത്തു കൊടുക്കുന്നതാണ് ഈ ഒരു റെഡ് ബാസ്ക്കറ്റും ഈ ഒരു ബണ്ണിയും അതിനൊരു ക്യാപ്പൊക്കെ ചെയ്യിപ്പിച്ച് അവൾ എന്തായാലും ആ ഡോള് വെക്കണം എന്ന് പറഞ്ഞു. നോക്കി അവളുടെ ഇഷ്ടമല്ലേ അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കാണാം ഈ ഒരു ട്രീമ ഹാങ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഫസി പഞ്ചിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഒരു പഞ്ച് നീഡിൽ ആർട്ടാണത്. അപ്പോൾ അവളാണ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന മെജോറിറ്റി പ്രൊഡക്റ്റും അവൾ തന്നെയാണ് കേട്ടോ ചെയ്തത്. കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റാർ വെക്കാനുള്ളൊരു ചെറിയൊരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വെക്കാന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തു. യെസ്, നല്ല രസമുണ്ട് കേട്ടോ ട്രീ. ഞങ്ങൾ വിചാരിച്ചതിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ട്രീ. പിന്നെ ഞങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യുന്നതും ഇതെങ്ങനെയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഐഡിയ ഉള്ള ആൾക്കാരൊന്നുമല്ല. ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് ഈ ഒരു എസ്പെഷ്യലി ഫോട്ടോഷൂട്ടും ഫസ്റ്റാണ്. പിന്നെ ഈ ഒരു ക്രിസ്മസ് തീമിൽ ചെയ്യുന്നതും ഫസ്റ്റാണ്. ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. ഞങ്ങൾ കുറേ ഫോട്ടോസ് ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. പിന്നെ വേറെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആക്കാം, അവർക്ക് ഒരു ക്രിസ്മസ് വൈബ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് അവരെ കൊണ്ട് തന്നെ മാക്സിമം എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്ക് കൂടിയിട്ടുള്ള എല്ലാ പരിപാടിയും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ എൻജോയ് ചെയ്ത് നല്ല ടൈം എടുത്തിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ അവരെ ഇഷ്ടം പോലെ അവർക്ക് എവിടെയൊക്കെയാണ് ഇഷ്ടം അതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തു. അപ്പോൾ അവിടെയുള്ള ഫോട്ടോസ് ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. കാരണം ഒരുപാട് ടൈമായി, ലൈറ്റൊക്കെ അകത്ത് പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്ത് ഗാർഡനിൽ കുറച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗാർഡനിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ ഭയങ്കര കൊതുവായിരുന്നു. അപ്പോൾ ഇവർ ഷോർട്ട് ഡ്രസ്സ് ആയതുകൊണ്ട് ഇവർക്ക് തീരെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ടാണ് ഇത്ര രീതിയിൽ അവർ നിന്നത്. കൊതുക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ ഫോട്ടോയിൽ ഇവരിങ്ങനെ ബ്ലർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് നല്ല ഇതില്ലായി. ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല നേരം വൈകി. ലൈറ്റ് ഇങ്ങനെ മെല്ലെ പോയി തുടങ്ങുന്നുണ്ടായിരുന്നു. കേര കണ്ടില്ല, എല്ലാവർക്കും നിരത്തി കൊതുക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേഗം പുറത്തെ ഷൂട്ട് ഞങ്ങൾ വേഗം അവസാനിക്കാം. കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടിയതിന് ശേഷം നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ പോയി ബാക്കി ഷൂട്ട് ചെയ്യാന്നുള്ളത്. ഞങ്ങൾ ഇതൊന്നും ആക്ച്വലി ഫോട്ടോ എടുക്കാൻ വിചാരിച്ചല്ല, ജസ്റ്റ് എല്ലാവർക്കും കുട്ടികൾക്കും ഭയങ്കര ഫണ്ണാക്കാൻ വിചാരിച്ചില്ല. കുറേ റീൽസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാവട്ടെ എന്ന് കരുതിയ ഓരോ പരിപാടിയായിരുന്നു. പിന്നെ ഇതാ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിൽ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് ക്രിസ്മസ് ട്രീ അതേപോലെ കൊണ്ടുവച്ചു. ബാക്കി ഇന്നലത്തെ ഒരു സ്നോയി ടെക്സ്ചർ ആ ഒരു തീം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോളിഫൈബർ നിലത്ത് വിരിച്ചിട്ടുണ്ട്. ഞാൻ നടുവിലുള്ള ML ഇട്ട ക്യാപ്പാണ് ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻക്ക് വേണ്ടിയിട്ട് സ്കൂൾക്ക് ഇടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ക്യാപ്പ്. അപ്പോൾ അതിനെക്കാട്ടും എനിക്കിഷ്ടമായത് ഇപ്രാവശ്യം വെൽവെറ്റ് ചെയ്യാനോട് ചെയ്ത ക്യാപ്പാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് ലാസ്റ്റ് സ്റ്റേജിലെത്തി തീരാറായി. അപ്പോൾ അവർക്ക് ഇത്രയും ഞങ്ങളോട് സഹകരിച്ച് നിന്നതിന് അവർ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോസിൻ്റെ കാര്യത്തിനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങി. കേക്ക് കട്ട് ചെയ്യാന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തും ഈ ഒരു ഫോട്ടോ സെഷൻ നിർത്താമെന്ന് വെച്ചു. ഒരുവിധം ഞങ്ങൾ വിചാരിക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ തന്നെ ഞങ്ങളും ഹാപ്പിയാണ്. ഇവർക്കൊരു ഡേ അടിപൊളി ഡേ ആയതുകൊണ്ട് ഇവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തും ഈ ഒരു ഫോട്ടോ സെഷൻ മൂഡ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ആക്ച്വലി നിർത്താനേ താല്പര്യമില്ലായിരുന്നു കേട്ടോ. കാരണം അവർക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ഫോട്ടോസ് കാണാം. ഞാൻ അധികം ക്രോഷ്യ പ്രൊഡക്ട്സ് വരുന്ന ഫോട്ടോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ അവരുടെ കയ്യിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ സെക്ഷൻ ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.